ഗസയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് പിടിയിൽ അവശേഷിക്കുന്നവരുടെ മോചനവും ഒപ്പം മേഖലയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നുള്ള സൂചന ട്രംപ് നൽകിയത്. ഹമാസ് തടവിൽ അവശേഷിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും കൊല്ലപ്പെട്ടവരുമായ ഇസ്രായേൽ ബന്ദികളുടെ മോചനവും കൂടെ നടക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ പ്രവർത്തനങ്ങൾക്കായി താൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉന്നത സഹായിയും സ്ട്രാറ്റജിക് കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായ റോൺ ഡെർമാർ അടുത്തയാഴ്ച വാഷിംഗ്ടണിൽ എത്തുന്നുണ്ട്. ഇറാൻ ഗാസ സംബന്ധിച്ച വിഷയങ്ങളിൽ ചർച്ച നടത്തുകയാണ് ലക്ഷ്യം. അതേസമയം ഗാസയിൽ അമേരിക്ക നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ട്രംപ് പ്രതികരിച്ചു. അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് സഹായം ആവശ്യമെന്നും ചില ചീത്ത ആളുകൾ അവർക്കുള്ള സഹായം കവർന്നെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം ഹമാസിനെ ഉദ്ധരിച്ച് വ്യക്തമാക്കി. GHF സംവിധാനം ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ ദൂരെ നിന്നും ഭീകരരുടെ താവളങ്ങൾ അതിജീവിച്ച് സഹായം വാങ്ങാൻ എത്തുന്ന അപകടകരമായ സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗാസയിൽ ഇതുവരെ 56,000 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കണക്കുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ ഇസ്രായേൽ സൈനിക നടപടിയിൽ 20,000 ഹമാസ് ഭീകരരാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് ഈ വർഷം ജനുവരിയിൽ പുറത്തിറങ്ങിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിനകത്തും 1600 ഭീകരരെ വധിച്ചതായും ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.